ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണ ഒരു ചെമ്മീൻ റോസ്റ്റ് ആയിട്ടാണ് കേട്ടോ. അധികം സാധനങ്ങളൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് നേരം നിന്നിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ വേറെ കറിയൊന്നും വേണ്ട. അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട് ഈ ഒരു ചെമ്മീൻ റോസ്റ്റിന്. ആകെയുള്ള ഒരേ ഒരു പ്രശ്നം ഇത് നന്നാക്കിയെടുക്കണം. പിന്നെ എങ്ങനെയെങ്കിലും നമ്മൾ നന്നാക്കിയെടുക്കുക, അതിൻ്റെ ആ ഒരു നാര് കളയണ്ട. അതാണ് കേട്ടോ പ്രത്യേകിച്ചുള്ള ഒരു ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ടൊക്കെ ഇതാ ഈ ഒരു ചട്ടിയിലേക്ക് ചോറും കൂടെ ഇട്ട് എല്ലാം കൂടി അങ്ങോട്ട് കൂട്ടി കുഴച്ചുകൊണ്ട് കഴിക്കുമ്പോൾ ആ എല്ലാ ബുദ്ധിമുട്ടും അങ്ങോട്ട് പോകട്ടും. ഭയങ്കര ടേസ്റ്റിയാണ്, നിങ്ങളിത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമല്ലേ. അപ്പം അതിനായിട്ട് ഇതാ ഞാൻ കുറച്ച് ചെമ്മീന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ മരിങ്ങത്തുള്ളൊരു നാരുണ്ടല്ലോ, അത് കളയാനാണ് കേട്ടോ ഏറ്റവും വല്ലാത്ത ബുദ്ധിമുട്ട്. ഇതാ ഒരു സാധനം ഒരു കറുത്തിട്ട് ഈ ചെറുതാവുമ്പോൾ, വലുതാവുമ്പോൾ നമുക്ക് വേഗം കളയാം, ചെറുതാവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്. എന്നാലും ആവശ്യത്തിനുള്ള ചെമ്മീൻ എടുക്കാം. നിങ്ങൾക്ക് എത്ര വേണം അത്ര എടുത്തോളാം. ഇതിനൊരു അളവൊന്നും ഇല്ല കേട്ടോ, കുറേ വേണമെങ്കിൽ കുറേ എടുത്തോളാം. ഇനി അതിനനുസരിച്ചിട്ട് ഇഞ്ചി, പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി കുറച്ച് എടുത്താൽ മതി, കൂടുതലാവണ്ട. ഓക്കെ, എല്ലാ മസാലകളും കുറച്ച് മതി കേട്ടോ. പിന്നെ പെരിഞ്ചീരകം, നമ്മൾ വലിയ ജീരകം ഉണ്ടല്ലോ, പിന്നെ കുറച്ച് കുരുമുളക്. അപ്പോൾ അതെല്ലാം കൂടിയിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നന്നായി ചതഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തോളാം, അപ്പോൾ വേഗം ചതഞ്ഞ് വരുമല്ലോ. അപ്പോൾ ഇനി ഇതാ ആ ഒരു ചെമ്മീനിലേക്ക് ഇതിട്ട് കൊടുക്കുക. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ചെമ്മീൻ എടുക്കുന്നതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതാണ് ഞാൻ അളവുകളൊന്നും പറയാത്തത്. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി കുറച്ച് ഇട്ടാൽ മതി. ഇനി കളറിന് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുരുമുളകും പച്ചമുളകും എല്ലാം കൂടി വരുന്ന കാരണം മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മസാല പരട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി വെള്ളം ഒഴിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ചെമ്മീൻ കഴുകിയ ആ ഒരു നനവ് ഉണ്ടാവില്ല, അപ്പോൾ അതോടൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് കുഴച്ച് വെച്ചാൽ മതി. എല്ലാ ഭാഗത്തേക്ക് മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കുക. ഇനി കുറേ നേരം മസാല പുരട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് മസാല പുരട്ടി അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ റോസ്റ്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞ ആ രുചി കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കണം കേട്ടോ. വേറെ മസാലകളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യരുത്. ഈ ഒരു ഒറ്റ മസാലയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. എന്നാലാണ് ഞാൻ പറഞ്ഞ ആ ഒരു രുചി നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്കുള്ള സബോള ഒന്ന് അരിഞ്ഞെടുക്കണം. 2 സബോള, 2 പച്ചമുളക്. അപ്പോൾ ഞാനിത് ചോപ്പറിലിട്ടിട്ടൊന്ന് വലിച്ചെടുക്കുക വേണ്ടത് കേട്ടോ. നമുക്ക് ചെറുതാക്കിയിട്ടാണ് വേണ്ടത്. അപ്പോൾ അത് കാരണം ഇതിലാവുമ്പോൾ സുഖമായിട്ട് നമുക്ക് വേഗം അരിഞ്ഞ് കിട്ടുമല്ലോ. പിന്നെ ഈ ചെമ്മീൻ റോസ്റ്റിൻ്റെ പ്രത്യേകത നീളത്തിൽ അരിയരുതിട്ട്. നമ്മൾ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കില്ല, അപ്പോൾ അതുപോലെ ആക്കിയിട്ട് സബോള അരിഞ്ഞെടുത്താൽ മതി. 2 സബോള മതി. നിങ്ങൾക്ക് എണ്ണത്തിനനുസരിച്ചിട്ട് കൂടുതൽ എടുത്തോളാം കേട്ടോ. ചെമ്മീൻ കുറേ എടുക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് 3-4 സബോള ഒക്കെ എടുത്തോളാം. ഇപ്പോൾ ചെമ്മീൻ കുറവായാലും ഈ ഒരു മസാല കൂട്ടിയിട്ട് തന്നെ ചോറുണ്ടാട്ടോ. അത്രയും ടേസ്റ്റാണ് ഈ മസാലയ്ക്ക്. ചെമ്മീനും കാട്ടിയും ടേസ്റ്റ് പറയണ പോലെയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു, അത് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ മതി കേട്ടോ. ഇനി പിന്നെ ലാസ്റ്റ് നമ്മളൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. അതും കൂടി ചേർത്താലാണ് ഇതൊന്ന് ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തുള്ളൂ. അതിൻ്റെ ടേസ്റ്റ് മുഴുവനും കിടക്കുന്ന ആ ഒരു സാധനത്തിലാണ്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ, ഓയിലൊന്നും ഒഴിക്കരുത്. ഞാൻ പറയാറുണ്ട് ഞാൻ പൊരിക്കാനൊക്കെ ഓയിലാണ് എടുക്കാറുള്ളത്, പക്ഷേ ഇതിന് മാത്രമേ ഞാൻ വെളിച്ചെണ്ണ എടുക്കും. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ തന്നെയാണ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി വെളിച്ചെണ്ണയിലേക്ക് ആ ചെമ്മീനെല്ലാം ഇട്ട് കൊടുക്കുക. കുറച്ച് ദിവസമായിട്ടൊന്നും വേണ്ട കേട്ടോ. നമുക്ക് എല്ലാം കൂടി അതിൽ ഇട്ടിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. കുറേ വെളിച്ചെണ്ണ എടുത്ത് മുക്കി പൊരിക്കൊന്നും വേണ്ട. ആ ഒരു ഏത് പാത്രത്തിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിൽ അടി പരക്കണ വരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൽ കണ്ട് ചെമ്മീൻ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് നേരമൊക്കെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ഒന്ന് മീഡിയത്തിൽ വെച്ചാൽ മതി കേട്ടോ. ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. വെളിച്ചെണ്ണ കുറച്ച് എടുത്തിട്ട് പൊരിക്കണ കാരണമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ ശേഷമല്ലേ നമ്മൾ ഈ ചെമ്മീൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒന്ന് ഇതാക്കുകയാണെങ്കിൽ എല്ലാം കൂടി വെന്ത് വരും. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് മറിച്ചിടുന്ന പോലെ നമ്മൾ 2 ഭാഗത്തേക്ക് കണ്ട് ഇളക്കി കൊടുക്കുക. ഇനി അടച്ച് വെക്കൊന്നും വേണ്ട കേട്ടോ. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് അതിൻ്റെ ആ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവില്ല, അതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അത് കാരണം ഇനി അടച്ച് വെക്കണ്ട. ഇതുപോലെ തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇതിലേക്ക് ഇടുന്നിട്ടൊന്ന് മുരിഞ്ഞ് വന്നോട്ടെ. ആ ചെമ്മീനൊക്കെ ഒന്ന് മുരിഞ്ഞ് 2 ഭാഗമൊക്കെ ഒന്ന് വെന്ത് ഒന്ന് മുരിഞ്ഞ് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് അതുപോലെ ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ അത് കാരണമാണ് തുറന്ന് വെക്കണത്. ഇനി അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ മുരിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ മണ്ണിൻ്റെ ചീഞ്ചട്ടിയൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. എൻ്റെത് പൊട്ടിപ്പോയി, അത് കാരണമാണ് ഇപ്പോൾ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ മടിയുള്ളവരൊക്കെ ഇതിൽ ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അടിപിടിക്കുന്നുള്ള പേടിയും വേണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച സബോള ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സബോള ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ തക്കാളിയോ അല്ലെങ്കിൽ മല്ലിയില അങ്ങനെ ഒരു ഇലകൾ നമ്മൾ ചേർക്കണില്ല കേട്ടോ. ഞാൻ പറഞ്ഞ ആ ഒരു മസാലയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാം, നിങ്ങൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ആ ഒരു ടേസ്റ്റ് വന്നില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ ആയില്ലല്ലോ എന്ന് പറയരുത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ രുചി നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി സബോളൊക്കെ നിട്ടതിന് ശേഷം 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ആ സബോളൊക്കെ ഒന്ന് വാടി വരണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ചെമ്മീൻ ഒന്നും കൂടി ആ മസാല ഇതെല്ലാം കൂടി ഒന്നായിട്ട് ആ സബോള അങ്ങനെ അലിഞ്ഞ് പോവും. അപ്പോൾ അത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അടച്ച് വെച്ചാൽ വേഗം അതങ്ങോട്ട് സബോള വാടി വരുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 മിനിറ്റൊക്കെ മതി, അപ്പോഴത്തേനും ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്തും ഫ്ലെയിം കുറച്ചിട്ടാണ് വെച്ചേക്കുന്നത്, നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടില്ല.
ഇനി ഞാൻ തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഇളക്കിയുമ്പോൾ കണ്ടില്ലേ ഇതൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് സബോളയുടെ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു ചെറുതാക്കി മുറിച്ചാലാണ് നമുക്ക് സബോള ഏതാ ചെമ്മീൻ ഏതാണെന്നൊന്നും അറിയാതെ കിട്ടുള്ളൂ. ഇനി ഒരു 2 മിനിറ്റും കൂടി നമുക്കൊന്ന് അടച്ച് വെക്കാം. ആ സബോള ഒന്ന് നന്നായിട്ടാണ് കുഴഞ്ഞ് വന്നോട്ടെ. അപ്പോൾ ഞാൻ ഒരു 1.5 മിനിറ്റോളം കേട്ടോ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അത് തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ ആ വെളിച്ചെണ്ണ ഒക്കെ ഇങ്ങോട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് വേറെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ആ ഫസ്റ്റ് ഒഴിച്ച വെളിച്ചെണ്ണ തന്നെയാണ്. പിന്നെ അതാ ചെമ്മീനൊക്കെ വെന്ത് വന്നപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞ് നിങ്ങൾക്ക് കാണാനില്ലേ. അപ്പോൾ ഇനി ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കാം കേട്ടോ. അതപ്പോൾ ഇട്ട് കൊടുക്കുന്നതാണ് നാളികേരം. അപ്പോൾ ഈ ഒരു സാധനമാണ് ഇതിന് ഏറ്റവും കൂടുതൽ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും ടേസ്റ്റ് തരുന്നൊരു സാധനം. അപ്പോൾ തേങ്ങ ചിരവിയത് തന്നെ ഇട്ട് കൊടുക്കുക. കുഞ്ഞിതാക്കിയിട്ട് ചിരകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആക്കി ഇട്ട് കൊടുക്കുക. മിക്സിയിലിട്ടിട്ടൊന്നും ഒതുക്കിയെടുക്കേണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ. ചിരകി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. എനിക്കങ്ങനെ വോയിസ് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ കഴിക്കാൻ തോന്നാറൊന്നുമില്ല. പക്ഷേ ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് കാണുമ്പോഴേ ശരിക്കും കഴിക്കാൻ തോന്നുന്നുണ്ട്. ഈ ഒരു സമയത്ത് നല്ലൊരു മണവും അത് ഇങ്ങനെ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഇത്രത്തോളം പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഇതിൻ്റെ രുചി. ഇതിലേക്ക് നമ്മൾ പുളി അല്ലെങ്കിൽ തക്കാളി അങ്ങനെ ഒരു സാധനങ്ങളും കൂട്ടണില്ല. ഞാൻ പറഞ്ഞില്ല കുറച്ച് മസാല വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. അത് അല്ലെങ്കിലും ചില സാധനങ്ങൾക്ക് അങ്ങനെയാണ്, നമ്മൾ കുറച്ച് മസാലകൾ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് രുചി കൂടും. നാളികേരം ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വീണ്ടും കുറച്ച് വെച്ചു. ഇത് ഇങ്ങനെ ഈ നാളികേരമൊക്കെ ഇട്ടതിൻ്റെ ശേഷം നാളികേരമൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം, എന്നാലേ നമുക്കത് കഴിക്കുമ്പോൾ ടേസ്റ്റ് കൂടുള്ളൂ. വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. നമുക്കൊരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചെമ്മീൻ നന്നാക്കി എടുക്കണ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇനി ആ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് വറ്റി കണ്ടില്ലേ, ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് വരണം. ഇനി അതിന് മീതെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ കുറച്ച് മതി കേട്ടോ, 1 ടീസ്പൂണൊക്കെ മതി. ഇങ്ങനെ അതിന് മീതെ കൂടെ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല, ഒന്ന് അടച്ച് വെക്കുക. ഇനി ചൂടാറിയതിന് ശേഷം എടുക്കുക കേട്ടോ. ആ വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ ആ ഒരു മണവും എല്ലാം കൂടി അതിലേക്ക് ഇറങ്ങിക്കോട്ടെ. അപ്പോൾ ഇനി നമുക്ക് എപ്പോഴാണ് കറി എടുക്കേണ്ടത് ആ ഒരു സമയത്ത് എടുക്കുക. ചൂടാറിയതിന് ശേഷം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചൂടോടെ കഴിക്കണം നിർബന്ധമൊന്നുമില്ല. ചില സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയാൽ അത് ആ ചൂടോടെ തന്നെ കഴിക്കണം എന്ന് പറയില്ല. ഇതങ്ങനെ ഒന്നുമില്ല കേട്ടോ. എത്ര നേരം കഴിഞ്ഞ് കഴിച്ചാലും ആ രുചിക്ക് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് വിളമ്പിയിട്ടും കൂടി കാണിച്ചു തരാം എങ്ങനെ ആയി വന്നിട്ടുണ്ട് എന്നുള്ളതും കൂടി അറിയണമല്ലോ. അപ്പം നിങ്ങൾ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ ആണെങ്കിൽ അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ നിർത്തിയതിൻ്റെ ശേഷമാണെങ്കിലും അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് അടി പിടിക്കും. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പിന്നെ ആ ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതാ പാത്രത്തിലേക്ക് വിളമ്പിയിട്ട് കണ്ടില്ലേ, നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ. ഇതാ ഇന്നൊരു കുറച്ച് അങ്ങോട്ട് എടുത്ത് കുറച്ച് ചോറും കൂടി ഇട്ടിട്ടുണ്ട് കുഴച്ചങ്ങോട്ട് കഴിക്കണം. ഇതാ ഈ കാണുന്ന ആ ഒരു ഭംഗി പോലെ തന്നെയാണ് കേട്ടോ ഇത് കഴിക്കാനും. ഞാൻ എപ്പോഴും പറയണ പോലെ നിങ്ങൾ വിചാരിക്കും ഞാനിതിങ്ങനെ എപ്പോഴും പറയണ്ടില്ല ഇത്രയും രുചിയാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് പറയണത് നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ചെമ്മീനൊക്കെ കിട്ടുന്ന സമയമല്ലേ. അപ്പോൾ അതാ അതിൽ നിന്ന് ചെമ്മീനൊക്കെ മാറ്റി കുറച്ച് അതിലിട്ടിട്ട് ചോറിട്ടിട്ട് അങ്ങോട്ട് കൂട്ടി കുഴച്ചുകൊണ്ട് കഴിക്കണം. അപ്പം ഞാൻ ഈ ചട്ടിയിലൊക്കെ ചോറിട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ ഞാനും ഉമ്മയും ഒക്കെ എല്ലാവർക്കും കൂടിയിട്ടാണ് വാരി കൊടുക്കുക കേട്ടോ ചെയ്യുക. ഒരാൾ മാത്രമായിട്ടല്ല കഴിക്കുക, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ആരാ അങ്ങനെ ഉണ്ടാക്കുന്നത് അവരങ്ങോട്ട് വാരി കൊടുക്കും. അത് ഉമ്മമാർക്ക് മാത്രമല്ലല്ലോ മക്കൾക്ക് വാരി തരാൻ പറ്റും, മക്കൾക്കും ഉമ്മക്ക് വാരി കൊടുക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണെങ്കിൽ അതുകൊണ്ട് വാരിയിട്ട് എല്ലാവർക്കും കൂടിയിട്ടാണ്ട് കൊടുക്കും. ഒരു പാത്രത്തിൽ എടുക്കുകയാണെങ്കിൽ ആ പാത്രം കൂടി കഴിക്കാൻ മതിയല്ലോ, പിന്നെ എല്ലാവർക്കും കൂടി കൊടുക്കാമല്ലോ. പിന്നെ അതൊക്കെ ഒരു സ്നേഹമാണല്ലോ അല്ലേ, നമ്മുടെ വീട്ടിൽ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണതൊക്കെ. അപ്പോൾ അത് ഇതിൽ നിന്ന് കൂട്ടി കഴിച്ചിട്ട് ഇത് ഈ ഒരു ഉരുള കഴിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ ആ രുചി അറിയാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ ചെറിയ ചെമ്മീൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.